വിഷയം. പക്ഷേ പണമുണ്ടായിട്ട് നിങ്ങളിൽ പലരും പോയി ഹജ്ജ് ചെയ്തിട്ടില്ല. അപ്പൊ പഠിക്കേണ്ടത് പണമല്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ, പണമുള്ള ഒരു പണക്കാരനോട് ചോദിക്കുന്നു, ഹജ്ജിന് പോകണ്ടേ, ഉംറയ്ക്ക് പോകണ്ടേ? പോകണം ഉസ്താദേ, ഇൻഷാ അല്ലാഹ്. കടവുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഇൻഷാ അല്ലാഹ്. ഞാൻ ദിവസം മുതൽ പോകാം. വാടക വീട്ടിൽ കിടക്കുന്ന ഒരു പാവപ്പെട്ടമായ മനുഷ്യനോട് ചോദിക്കുന്നു, ഹജ്ജിന് പോകണ്ടേ, ഉംറയ്ക്ക് പോകണ്ടേ? മറുപടി എന്തെന്നറിയോ? മരിക്കുന്നതിന് മുമ്പ് പോകണം ഉസ്താദേ, ആഗ്രഹം. അപ്പൊ ആദ്യം വേണ്ടത് ആഗ്രഹമാണ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പൈസയെക്കാൾ നമുക്ക് വേണ്ടത് എന്തെന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബയിൽ പോകണം, ഹജ്ജ് ചെയ്യണമെന്നുള്ള ആർത്തി, ആഗ്രഹം. ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു നമ്മളെ സഹായിക്കൂ. അള്ളാഹു ആഗ്രഹം നമുക്ക് നൽകിയിരിക്കും. നബിതങ്ങൾ പറഞ്ഞു, ഒരു വീട്ടിൽ ഖുർആനുണ്ട്, ഒരു വീട്ടിൽ ഖുർആനുണ്ട്. ആ വീട്ടുകാര് ഖുർആൻ ഓതിയില്ലെങ്കിൽ ഖുർആൻ കരയും. ഒരു വീട്ടിൽ ഖുർആനുണ്ട്, ആ വീട്ടുകാര് ഖുർആൻ ഓതിയില്ലെങ്കിൽ ഖുർആൻ കരയും. ഖുർആനിന്റെ കണ്ണുനീര് വീണ നിന്റെ വീട് നശിക്കും.